Go. Hello guys, you are watching Tougher Teckie. In this video, we will talk about the perfected MI10 MI10 series the 10T or 20 Pro. That's the kind of Indian model MI10i. In the 2 value Kottayam MI store. MI products backpack TV വരെ കിട്ടും. ഇപ്പോ എന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 4X 4A TV കളാണ്. അപ്പോഴേക്ക് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇനി എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഡിസൈനെ കുറിച്ചാണ്. നല്ലൊരു ഡിസൈൻ നൽകുന്ന ഒരു സംഭവമാണ് ഈ MI10 ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോ എന്റെ കയ്യിലുള്ളത് സർപ്രൈസ് എന്ന് പറഞ്ഞ ഫോണാണ്. ബട്ട് എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടം ഈ മൊബൈലിൽ തന്നെ വേറൊരു കളർ വേരിയന്റ് ആയിട്ടുള്ള അറ്റ്ലാന്റിക് ബ്ലൂ ആണ്. അത് ഇത്രയും കൂടെ ക്ലാസിക് ഫീൽ നൽകുന്ന ഒരു ഫോണാണ്. മാത്രമല്ല മിഡ്നൈറ്റ് ബ്ലാക്കും നല്ലൊരു ഫീച്ചർ നൽകുന്ന ഒരു മോഡൽ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ വേറെ വിശേഷങ്ങളോട് വരുമ്പോൾ ഗ്ലാസ് ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല കവർ ചെയ്തിരിക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടി കവർ ചെയ്തിരിക്കുന്നത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ആയിരിക്കും. ഈ ക്യാമറയൊക്കെ കവർ ചെയ്തിരിക്കുന്നത് കോർണിങ്ങിന്റെ ആ ഗ്ലാസ് വെച്ച് തന്നെയാണ്. എന്ന് വെച്ചാൽ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം താഴോട്ട് നോക്കാൻ നല്ല ഫോൺ, അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ വലിയ പിടുത്തില്ല. കാരണം വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ അത് താഴോട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇട്ട് നോക്കാതിരിക്കാം, ഇടുവാണെങ്കിൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് ഇതിന്റെ റിയർ ക്യാമറയെ കുറിച്ചാണ്. 108 MBയുടെ മെയിൻ ക്യാമറ, കൂടാതെ 8 മെഗാപിക്സലിന്റെ സെക്കൻഡറി ക്യാമറ, അതിന്റെ കൂടെ 2 MBയുടെയും വേറൊരു 2 MBയുടെ വേറെ 2 ക്യാമറ, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ക്വാഡ് റിയർ ക്യാമറയാണ് MI10 കൊടുത്തിട്ടുള്ളത്. 10 സീരീസിൽ ക്വാഡ് ക്യാമറ ഉള്ളത് ഈ മോഡൽ അല്ലാതെ MI10 മോഡലിനാണ്. MI10 വെച്ചാൽ ഇത്തിരി കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു മോഡലാണ് MI10 എന്ന് പറയുന്നത്. അത് ബഡ്ജറ്റ് വൈസും വളരെ വലിയൊരു ബഡ്ജറ്റാണ്. മാത്രമല്ല കുറെ ഫീച്ചേഴ്സ് വയർലെസ് ചാർജിങ് കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള ഒരു മൊബൈലായിരുന്നു MI10. അതിനകത്ത് 108 MBയുടെ സെയിം ഫീച്ചേഴ്സ് നൽകുന്നുള്ള ഒരു മൊബൈലാണ്. ഈ 10 സീരീസ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് 108 MBയുടെ റിയർ ക്യാമറ. ഇനി നമുക്ക് ആദ്യത്തെ മെയിൻ ക്യാമറയെ കുറിച്ച് പറയാം. സാംസങ്ങിന്റെ HM21 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് MI10i മെയിൻ ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് സെക്കൻഡറി ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ FOV 120 ഡിഗ്രിയാണ്. വെച്ചാൽ 120 ഡിഗ്രി വരെയുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ അത്രയും ഒബ്ജക്ട്സ് ഈ സെക്കൻഡറി ക്യാമറ വെച്ച് MI10 എടുക്കാൻ കഴിയും. അടുത്തത് 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറ. വളരെ നല്ല മാക്രോ ക്യാമറ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. 1.75 മാക്രോ പിക്ചർ സൈസ് ആണ് ഈ 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറയ്ക്കുള്ളത്. കൂടാതെ 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1.75 മാക്രോ പിക്സൽ സൈസ് ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് 108 മെഗാപിക്സൽ ആണ് ഫസ്റ്റ് ഫീച്ചർ. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ, ടൈംഡ് ബസ്റ്റ്, 6 ലോങ് എക്സ്പോഷർ മോഡ്സ്, ന്യൂ ഫോട്ടോ ഫിൽറ്റേഴ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. സൈബർ പങ്ക്, ഗോൾഡ് വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക് ഐസ്, ഇതിനെയാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഫോട്ടോഗ്രാഫിക്കായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിന് പറയുന്നത് MI പറയുന്നത് ബിഗിനേഴ്സിന് പോലും ലൈക്ക് പ്രോ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ ഇതിന് യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ശരിയാണ് അവർ പറഞ്ഞത്. കാരണം നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഈ മൊബൈലിലെ ക്യാമറ വെച്ച് എനിക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഇതിന്റെ വീഡിയോ ഫീച്ചേഴ്സ് ആണ്. ഡുവൽ വീഡിയോ എന്ന് വെച്ചാൽ സെൽഫി ക്യാമറയും അതിന്റെ കൂടെ തന്നെ ഫ്രണ്ട് ക്യാമറയും ഒരുമിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ് ഈ ഡുവൽ വീഡിയോ. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഇപ്പൊ എല്ലാ ഫോണിലും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ഫീച്ചർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് LGയുടെ വിങ് മോഡലിലാണ്. ഇനി നമുക്ക് ബാക്ക് ടു റിയർ ക്യാമറ വീഡിയോ ഫീച്ചേഴ്സ്. പിന്നെ വീഡിയോ പ്രോ മോഡ്, മൂവി ഫ്രെയിം, അതിന്റെ കൂടെ തന്നെ റിയർ വീഡിയോ, ബ്യൂട്ടിഫൈ, വീഡിയോ ഫിൽറ്റേഴ്സ്, ഷൂട്ട്, സ്റ്റഡി വീഡിയോ, സ്റ്റെബിലൈസിംഗ് വീഡിയോ, പ്രോ മോഡ്, വീഡിയോ മാക്രോ മോഡ്, പിന്നെയുള്ളത് ഒരു കാലൈഡോസ്കോപ്പ്. ഇത്രയാണ് വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിനി ഫ്രെയിം പെർ സെക്കൻഡ് വെച്ചാൽ ഫ്രെയിമിന്റെ സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം. 180 പിക്സൽ വീഡിയോ റെക്കോർഡിങ്ങിന് 30 or 60 FPS ഫ്രെയിം പെർ സെക്കൻഡ് എടുക്കാൻ കഴിയും. മാത്രമല്ല ഇനി 4K റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ്. പിന്നെ 720 പിക്സൽ വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടത് 30 FPS ആണ്. ഈ മൂന്നുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ സ്ലോ മോഷൻ വീഡിയോയുടെ കാര്യം
720 പിക്സലിന് 120 ഫ്രെയിം പെർ സെക്കൻഡ്, 240 ഫ്രെയിം പെർ സെക്കൻഡ് ആൻഡ് 960 ഫ്രെയിം പെർ സെക്കൻഡ്. പിന്നെ 1080 പിക്സലിന് 120 ഫ്രെയിം പെർ സെക്കൻഡുമാണ് സ്ലോ മോഷൻ വീഡിയോകളുടെ കാര്യത്തിൽ എടുക്കുന്നത്. 16 മെഗാ പിക്സലിന്റെ ഇൻ ഡിസ്പ്ലേ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറയുടെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഇതിന്റെ ലോഞ്ചിബിലിറ്റി പറയുന്നുണ്ട്. ഇത് വെച്ചാൽ ഈ സെൽഫി ക്യാമറ അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ ക്യാമറ കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഈ ഗെയിമിങ്ങിന് വേണ്ടിയാണെന്നാണ് ഇതിന്റെ മണിക്കൂർ ജെ അല്ലെങ്കിൽ എംഐയുടെ ഇന്ത്യയിലെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. 1080 പിക്സൽ വരെയാണ് ഈ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സെൽഫി വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. കൂടാതെ 720 പിക്സൽ ഫീച്ചറും കൂടെ നൽകുന്നുണ്ട്. 120 അല്ലെങ്കിൽ 1080 പിക്സൽ എടുക്കാൻ നമുക്ക് കഴിയുന്നത് 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. പക്ഷേ 720 പിക്സൽ സ്ലോ മോഷൻ കൂടെ എടുക്കാനുള്ള ഫീച്ചർ കൊടുക്കുന്നുണ്ട്. 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് 720 പിക്സലിന്റെ ഈ മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കാൻ കഴിയും. പിന്നെ ഡിസ്പ്ലേ 120 ഹെർട്സിന്റെ 6.67 ഇന്റലിജന്റ് ഡിസ്പ്ലേ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അഡാപ്റ്റീവ് സിംഗിൾ സപ്പോർട്ടും കൂടെ കൊടുക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിന്. പിന്നെ ഫുൾ HD പ്ലസ് അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2400 × 1080 പിക്സൽസ് ആണ് ഇതിന്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അഡാപ്റ്റീവ് സിങ്ക് 30 Hz to 120 Hz വരെ കൊടുക്കുന്നുണ്ട്. കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1500:1 ആണ് ഇതിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ പറയുന്നത്. പിന്നെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 450 nits ആണ്. റീഡിംഗ് മോഡും സൺഡേ ഡിസ്പ്ലേ 3.0യും പിന്നെ TU റെയിൻലൈൻ ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 അത് നേരത്തെ പറഞ്ഞു. പക്ഷേ ഡിസ്പ്ലേയിൽ MI പറയുന്ന കാര്യമാണ്, ഡിസ്പ്ലേയുടെ കൂടെ MI ചേർക്കുന്നത്. ഇതിന്റെ പ്രൊസസർ ഈ പ്രോസസ്സിംഗ് സൈഡിലോട്ട് വരുമ്പോൾ Qualcomm Snapdragon 750G ഗെയിമിംഗ് മോഡൽ പ്രൊസസറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 700 സീരീസിലെ ഇത് വിപ്ലവം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ലേറ്റസ്റ്റ് മോഡലാണ് Qualcomm 700 സീരീസിലുള്ള Snapdragon 700 സീരീസിലുള്ള ഈ 750G. ഇതിനകത്ത് ഗെയിമിംഗ് മോഡലാണ്, മാത്രം വളരെ പവർഫുൾ ആയിട്ടുള്ള മോഡലാണ് ഈ Qualcomm Snapdragon 750G. ലേറ്റസ്റ്റ് മോഡൽ പ്രൊസസറാണ്. കൂടാതെ ഇതിന്റെ Xiao 570 കോഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. Tougher പ്രൊസസർ up to 2.2 GHz, 8 നാനോമീറ്റർ പവർ എഫിഷ്യന്റ് മാനുഫാക്ചറിംഗ് പ്രോസസ്. കൂടാതെ Adreno 690 GPU. കൂടാതെ X52 മോഡൽ ഫോർ 5G കണക്ടിവിറ്റി, ലൈനിങ് ഫാസ്റ്റ് 5G കണക്ടിവിറ്റി. ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 4820 mAhന്റെ ഡ്യുവൽ സ്പ്ലിറ്റ് ചാർജിംഗ് ടെക്നോളജിയുള്ള ഒരു ബാറ്ററിയാണ് MI ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഫാസ്റ്റർ ചാർജിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. ഇതിന്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയുകയാണെങ്കിൽ വെറും 15 മിനിറ്റ്സ് കൊണ്ട് 0 to 100% വരുത്താൻ ഇതിന്റെ ഈ ഡ്യുവൽ സ്പ്ലിറ്റ് ചാർജിംഗ് ടെക്നോളജി കൊണ്ട് സാധിക്കുന്നു. മാത്രമല്ല ഈ 33 വാട്ട് ഫാസ്റ്റ് ചാർജറുള്ള ഒരു ബഡ്ജറ്റ് മോഡലുകൾ 20,000 അല്ലെങ്കിൽ 90,000 രൂപയുടെ എല്ലാ മോഡലുകളിലും 33 വാട്ട് ഫാസ്റ്റ് ചാർജർ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഡ്യുവൽ സ്പ്ലിറ്റ് ചാർജിംഗ് ടെക്നോളജി കൂടെ ഉള്ളത് കൊണ്ട് ലൈനിങ് ഫാസ്റ്റ് ചാർജിംഗ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഇതിന്റെ നെറ്റ്വർക്ക് കണക്ടിവിറ്റിനെ കുറിച്ചാണ്. ഡ്യുവൽ സിം ആണ്, മാത്രമല്ല ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് VoLTE HD കോളിംഗ് ഡ്യുവൽ സിമ്മിൽ ഇത് രണ്ടിനും കൊടുക്കുന്ന ഒരു ടെക്നോളജിയും കൂടെ ഇതിനകത്തുണ്ട്. മാത്രമല്ല 5G 4G 2G 4G പ്ലസ് 5G തൊട്ട് 2G വരെയുള്ള എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വൈഫൈ എന്ന് പറയുന്നത് വൈഫൈ 6 ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. വൈഫൈയുടെ പവർ എന്ന് പറയുന്നത് പിന്നെ ബ്ലൂടൂത്ത് 5.1 OTG സപ്പോർട്ടഡും കൂടാതെ ഇതിനകത്ത് NFC ടെക്നോളജിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ NFC എന്ന് പറയുന്നത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് അറിയപ്പെടുന്ന NFC എന്ന് വെച്ചാൽ ഇത് രണ്ട് NFC സപ്പോർട്ടഡ് ആയിട്ടുള്ള രണ്ട് ഫോൺസ് തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ വലിയ ഫയൽസ് പോലും ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് ഈ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇത് ഇത്രയും ബഡ്ജറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഫീച്ചർ ഉള്ള ഒരു മൊബൈലിനകത്ത് കൊടുത്തിട്ടുള്ളത് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. ഇനി പറയുന്നത് ഓഡിയോ പ്ലേബാക്ക് ആണ്. ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്ലേബാക്ക് ഈ സ്പീക്കേഴ്സ് തരുന്നുണ്ട്. കൂടാതെ MP3 തൊട്ട് AMR WB വരെയുള്ള എല്ലാ ഫോർമാറ്റുകളും ഈ പ്ലേബാക്കിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ പാക്കേജ് അൺബോക്സ് ചെയ്യാൻ എനിക്ക് ഒരു സാഹചര്യം ഇല്ല, അതുകൊണ്ട് ഈ പാക്കേജിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാനിപ്പോൾ പറയാം. ഈ മൊബൈൽ ഫോൺ വെച്ചാൽ MI 5G ആയിരിക്കും ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ പവർ അഡാപ്റ്റർ, USB Type-C കേബിൾ, സിമ്പിൾ പ്രൊട്ടക്റ്റീവ് കവർ, സിം എജക്ട് ടൂളും യൂസർ ഗൈഡും ആൻഡ് വാറണ്ടി കാർഡും കഴിഞ്ഞു. ഇതാണ് MI 10i. എല്ലാ സെഗ്മെന്റും കൊണ്ട് വളരെ നമ്മുടെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമുക്ക് വളരെ യൂസ് ചെയ്യാൻ തോന്നുന്ന ഒരു മോഡലാണ് MI 10i എന്ന് പറയുന്നത്. ഇതിന്റെ ഗെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൾട്രാ സ്മൂത്ത് ഗെയിമിംഗ് അതാണ്. ഫോണിന്റെ രൂപം കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ് MI ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ Adreno 619 GPU അത് 750Gയുടെ ഒഫീഷ്യൽ സാധനമാണ്.
പക്ഷേ ആ GPUയുടെ പവർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പവർ തന്നെയാണ്. ഇപ്പൊ ഈ 10 സീരീസിന് ദ പെർഫെക്റ്റ് 10 എന്ന് പറയുന്ന MI എനിക്കൊരു എതിർപ്പില്ല, ദ പെർഫെക്റ്റ് 10 തന്നെയാണ്. കാരണം പ്രൈസ് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും എല്ലാം നമ്മൾ മറ്റുള്ള ഈ റേറ്റുള്ള മൊബൈൽ കമ്പനികളുടെ ഫോണിനെ കാട്ടി വെള്ളുന്ന ഒരു പവർ നൽകുന്ന ഒരു മൊബൈൽ കൂടെയാണ് ഈ MIയുടെ 10i. ഇത്രയാണ് ഒരു ഓവർവ്യൂ ആണെങ്കിൽ ഇതിന്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിന്റെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ പസഫിക് സൺറൈസും അറ്റ്ലാന്റിക് ബ്ലൂവും കൂടാതെ മിഡ് നൈറ്റ് ബ്ലാക്കും ആണ് ഇതിന്റെ കളർ വേരിയൻസ്. ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് MI UI 12 ആണ്. ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് വേരിയന്റ് 6+64GB വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 20,999 rupees ആണ്. ഇനി സെക്കൻഡ് വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 6GB+128GB വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 21,999 rupees ആണ്. ഹയർ വേരിയന്റിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 8GB+128GB വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 23,999 rupees ആണ്. ഇതാണ് MI 10iയുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. നല്ലൊരു മോഡൽ തന്നെ കേട്ടോ. ഇതിന്റെ കളർ വേരിയന്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും നല്ലൊരു കളർ വേരിയന്റ് നൽകുന്നതാണ്. ഒരു വർക്കിംഗ് കണ്ടീഷനും അല്ലെങ്കിൽ നല്ലൊരു പവർ കുറെ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഡിസൈൻ ഒക്കെ ആണുള്ളത്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മൊബൈൽ ആണെന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയുന്നത്. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനും ഉള്ള ഒരു മൊബൈലാണ്. ഈ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് ചൈനീസ് കമ്പനിയാണ് ഷാമി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 12-ാം തീയതി ഇന്ന് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ദിവസം ചൈനീസ് ന്യൂ ഇയർ എന്നാണ് പറയുന്നത്. അവിടുത്തെ ആൾക്കാരുടെ ന്യൂ ഇയർ ഒന്നും അറിയുന്ന കാര്യമില്ല. പക്ഷേ ഈ കമ്പനിയൊക്കെ സെയിം ആയിട്ട് ഞാനാണെങ്കിൽ ഒന്ന് പറയുന്നേ ഉള്ളൂ. അവിടെ തന്നെ എല്ലാ ചൈനീസ് ബ്രാൻഡ്സിനും ഒരു ന്യൂ ഇയർ വിഷയം കൂടെ ഞാൻ നൽകുന്നു. ഫെബ്രുവരി 8-ന് MI 11ന്റെ ലോഞ്ചാണ്. അതിന് ലോഞ്ച് ഉണ്ടായാൽ MI 11ന്റെ ലോഞ്ച് ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞങ്ങൾ അതിന്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇനി അങ്ങനത്തെ വീഡിയോസ് വെച്ചാൽ ലേറ്റസ്റ്റ് വീഡിയോസ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. യു ഗെറ്റ് ദ ഓൾ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് NavorshThansen signing out. Goodbye.